ചേട്ടാ നമസ്കാരം. ആ. ഇത് മുല്ലപ്പൂ വേണമായിരുന്നു. നമുക്ക് മുല്ലപ്പൂ. കല്യാണത്തിന് വേണ്ടിയിട്ടാണ്. കല്യാണത്തിന് കുറച്ച് കൂടുതൽ വേണം. കൂടുതൽ വേണം. എത്ര വേണം? എത്ര വേണ്ടി വരും? എനിക്ക് തോന്നുന്നത് ഒരു 200 മുഴം വേണം. 200 മുഴം. അപ്പം ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ കണ്ടിട്ടതില്ല. ഇപ്പം എന്തായാലും ഇല്ല. അതൊക്കെ ഓർഡർ തന്നാൽ രാവിലെ മതി. രാവിലെ അല്ല, നമുക്ക് ഇനി ഉച്ചയ്ക്ക് പോരുള്ളൂ. കല്യാണം 2 ദിവസം കഴിഞ്ഞാണ്. 2 ദിവസം അപ്പോൾ ഞാൻ അഡ്വാൻസ് തന്നിട്ട് പോകാം. അഡ്വാൻസ് വേണം. ശരി ചേട്ടാ, കട തുടങ്ങിയിട്ട് എത്ര വർഷമാവും? കട തുടങ്ങിയിട്ട് 3 വർഷമാവേ. 3 വർഷമായി. ഇപ്പോൾ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ഇതൊക്കെ കുഴപ്പമില്ല. അപ്പം ഓണം കഴിഞ്ഞു. അപ്പോൾ ഓണത്തിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? ഓണത്തിന് കുഴപ്പമില്ല. ഓണം അല്ലാണ്ട് നമുക്ക് വേറെ ഏതൊക്കെ ഒക്കേഷനിലാണ് ഈ പൂ കൂടുതലും ചിലവ്? ഒരുപാട് വിശേഷ ദിവസമുണ്ട്. ആ. പിന്നെ ഇപ്പം നമ്മളെ ക്ഷേത്ര സീസൺ ആയിരുന്നു. ആ. അതിപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ കച്ചവടത്തിൽ നമ്മൾ ഉയർച്ച താഴ്ച വരുമല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? എന്തായാലും മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. ആ. ഇപ്പം കച്ചവടമുള്ള ടൈം നമ്മൾ ഇതിന്റെ വാല്യൂ മാറ്റിയിട്ട് ബാക്കി നമ്മള് ആ സമയത്ത് കുറച്ച് താത്തി ചെയ്ത് ചെയ്യണം. അതിൽ നഷ്ടമില്ല, എന്നാലും നഷ്ടമില്ല അല്ലേ? എന്നാലും പിടിച്ചു പോവാം. ബിസിനസ് പുതിയൊരാള് ചെയ്യുകയാണെങ്കിൽ അയാളോട് എന്താണ് പറയുന്നത്? ഒരാൾ ചെയ്യുമ്പോൾ എന്തായാലും ബാക്ക്ഗ്രൗണ്ട് കുറച്ച് എമൗണ്ട് വേണം. നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താലേ നമുക്ക് ഇതിന്റെ പ്രോഫിറ്റ് നമുക്ക് അടുത്ത് ചെലവാക്കാൻ പറ്റും. അടുത്ത് ചെലവാക്കി അല്ലെങ്കിൽ അതിനെ അടുത്ത് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് എന്താണോ വേറെ പുതുതായിട്ട് വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ ഇതിനെടുത്ത് ചിലവാക്കണമെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് പൈസ ഇറക്കി കളിച്ചാലേ പറ്റും. ലൊക്കേഷൻ ലൊക്കേഷൻ കാഞ്ഞിരംകുളം ജംഗ്ഷനിലാണ്. ഒരു 10-30 മീറ്റർ മാറി അവിടെ നിന്ന് വരുമ്പോഴേക്കും ഇടതുവശത്താണ് കട ഇരിക്കുന്നത്. അന്ന ഫ്ലവർ മാർച്ച്. അപ്പോൾ ചേട്ടാ, അപ്പോൾ ഞാനിതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ മറ്റേ 200 മുഴത്തിന്റെ അഡ്വാൻസ് ചെയ്യാം. അതിന്റെ ഭംഗിയായിട്ട് ചെയ്തു തരാം. നമ്മള് കസ്റ്റമേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ടോ? റിപ്പീറ്റഡ് ഇവിടെ വരുന്ന കസ്റ്റമർ എന്തായാലും പോയിട്ടില്ല. ഇവിടെ തന്നെ വരുന്നുണ്ട്. നമ്മളെ ഡീൽസ് പോലെ ഇരിക്കും. അതാണ് അത് കൃത്യമാണെങ്കിൽ മാത്രമേ കച്ചവടം. അതാണ് ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മള് തിരക്ക് കാണിക്കാം, പക്ഷെ ആ ഒരു കസ്റ്റമറിനോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്താൽ മാത്രമേ അയാൾ തിരിച്ചു വരുള്ളൂ. അല്ലാതെ വേണമെങ്കിൽ കൊണ്ടുപോടെ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും വർക്ക്ഔട്ട് ആവില്ല. വിശേഷ ദിവസങ്ങളില് മാത്രമല്ല ആൾക്കാർ വരുന്നത്. ഇപ്പൊ കണ്ടിന്യൂ ആയിട്ട് വരണവരും ഉണ്ട്. ഈ കണ്ടിന്യൂ ആയിട്ട് വരണവര് വിശേഷ ദിവസം വരും. അപ്പോഴും നമ്മള് അവരെ കൈവിടല്ലേ, അവരെ കൂടെ ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കാറുണ്ടോ? ഡിസ്കൗണ്ടേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാരും കോമ്പറ്റീഷൻ. നമ്മളിപ്പോ വില കുറച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മളെ കസ്റ്റമർ നമ്മളെ കൂടെ തന്നെ ആയിരിക്കും. ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്ന സാധനം ഏതാണ്? എല്ലാം വാങ്ങുന്നുണ്ട്. പൊതുവെ അവർക്ക് മുല്ല, പിച്ചി ഇതൊക്കെ അവർക്ക് കോമൺ ആയിട്ട് അവർക്ക് ഒരുപാട് ആവശ്യം വരുന്നതാണ് മിക്ക സമയത്ത്. അത് ഇപ്പൊ ജമന്തി ഐറ്റംസ് ആയാലും അതൊക്കെ ആണെങ്കിൽ നമ്മുടെ ക്ഷേത്ര ആവശ്യങ്ങൾക്ക്. പുതിയ പള്ളിയിൽ ഇപ്പോ ഉത്സവം തുടങ്ങി, അവിടുന്ന് പർച്ചേസ് തുടങ്ങിയോ? വരുന്നുണ്ട്. ഇന്നും ഒരു 5-6 പർച്ചേസ് വന്നിട്ടുണ്ട്. 24 മണിക്കൂറും പൂവുണ്ട്. തോവാള കഴിഞ്ഞിട്ട് അടുത്തൊരു ചിന്ന തോവാള എന്ന് ഇവിടെ അറിയപ്പെടുന്നത്. കാഞ്ഞിരംകുളം ആണ്. ഇത്രയും 24 മണിക്കൂറും പൂവുണ്ട്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവിടത്തെ റേറ്റ് എത്ര പെർസെന്റേജ് ആയിരിക്കും നിങ്ങൾ ഇടുന്നത്? എനിക്ക് അത്ര കൃത്യമായിട്ട് പറയണ്ട. എന്നിരുന്നാലും എങ്കിലും എന്ന് പറഞ്ഞാൽ ബാക്കി മറ്റു പൂക്കടകളെ അപേക്ഷിച്ച് ഇവിടെ അല്ല, വേറെ പുറത്ത് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നമ്മള് ഇപ്പൊ തോളെന്ന് പറഞ്ഞാൽ ഒരു 10 രൂപ മാറ്റിയാണ്. അത്രേ ഉള്ളൂ. ലാഭമാണ് ഇവിടെ. ചേട്ടന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് സജിൻ. ഓക്കെ. ചേട്ടന്റെ വീട് ഇവിടെ തന്നെ കാഞ്ഞിരംകുളം തന്നെ? കാഞ്ഞിരംകുളമാണ്. അതെ. ഓക്കെ ചേട്ടാ, ശരി. ഓക്കെ, താങ്ക് യു. സമയമായി